അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇൻഫർമാറ്റിക്സ് ഇൻ അറബിക്കിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് നാലാമത്തെ ചാപ്റ്ററായ വിൻഡോസ് 7 കുറിച്ചാണ്. ബാബുർ റാബിയു വിൻഡോസ് 7. എന്താണ് വിൻഡോസ് 7 എന്ന് പറഞ്ഞാൽ? വിൻഡോസ് 7 ഹുവ നിദാമു തശ്ഗീലിൻ ലിൽ ഹവാസിബ് ശഖ്സിയ. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 7. അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. ശരിക്കത്ത് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് ഇത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. യഅമലു അലാ വാജിഹത്തുൽ മുസ്തഖ്ദിം റുസൂമിയ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അഥവാ വിൻഡോസ് 7 വർക്ക് ചെയ്യാൻ സംവിധാനത്തിൽ പറയുന്ന പേരാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. തമ്മ ഇസ്ദാറു ഹാദിൽ ബർമജിയ ഫി 22 ഒക്ടോബർ 2009 ഒക്ടോബർ 22 വിൻഡോസ് 7 എന്നുള്ള പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. തശ്ഗീൽ വിൻഡോസ് 7 നമുക്ക് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാം, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യാം നോക്കാം. ലിൽ ബദഇ ഫി തശ്ഗീൽ വിൻഡോസ് 7 നശ്ഗലുൽ ഹാസിബ ബില്ലഗത്തി ദുർത്താക്ക. വിൻഡോസ് 7 വർക്ക് ചെയ്യാമെന്ന് ആദ്യമായി കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യണം, പവർ ഓൺ ആക്കണം. അപ്പോൾ ഹർഫി ഷാഷത്തി സ്വത്തിൽ മക്തബ്. അങ്ങനെ പവർ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഡെസ്ക്ടോപ്പിൽ സ്ക്രീനിൽ ഡെസ്ക്ടോപ്പ് പ്രത്യക്ഷപ്പെടും. നമുക്കിതുപോലെ കാണും. ഇതാണ് ഡെസ്ക്ടോപ്പ്. നമുക്കറിയാം വിൻഡോസ് 7ൻ്റെ ഐക്കണാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ പവർ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഡെസ്ക്ടോപ്പ് പ്രത്യക്ഷപ്പെടും. ശരീഅത്തുൽ മഹാം. ഇനി ടാസ്ക് ബാർ. വിൻഡോസ് 7 വരുന്ന പ്രധാനപ്പെട്ട ഒരു ബാറാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. എന്താ ടാസ്ക് ബാർ? ഹുവ ശരീഅത്തുൽ മുംതദ്ദു അലാ തൂലി അസ്ഫലി സത്ഹിൽ മക്തബി. ഡെസ്ക്ടോപ്പിൻ്റെ അടിഭാഗത്ത് നീളത്തിൽ നീണ്ടു കിടക്കുന്ന ഒരു ബാറാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കാണുന്നുണ്ടല്ലേ, ഇത് തന്നെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഏറ്റവും അടിയിൽ കാണുന്ന ഈ ഐക്കണൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ ബാറിനാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. യുക്സമുഹാദൽ ശരീഅത്തുല സലാസത്ത് അക്സാമിൻ. ടാസ്ക് ബാറിനെ നമുക്ക് 3 കിസ്മായി 3 പാർട്ടായി തിരിക്കാൻ സാധിക്കും. അവൽ സുർഇബ്ദ, സ്റ്റാർട്ട് ബട്ടൺ. നോക്കൂ, ഏറ്റവും ഇടത് ഭാഗത്ത് കാണുന്ന ഇതാണ് സുർഇബ്ദ, സ്റ്റാർട്ട് കാണുന്നത്. ഇവിടെ സ്റ്റാർട്ടിന് ഇവിടെ ഐക്കൺ വെച്ചാൽ സ്റ്റാർട്ട് എന്ന് കാണാം. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും സ്റ്റാർട്ട് ബട്ടൺ. ഇതാണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് കിസ്മു അല്ലതി എളുമു ഐക്കൂനാത്തിൻ ബറാമിൽ മോചന, പ്രത്യേക പ്രോഗ്രാമിൻ്റെ ഐക്കൺ ഉൾക്കൊള്ളുന്ന പാർട്ട്. സ്റ്റാർട്ട് ബട്ടൺ ഇപ്പുറത്തേക്ക് കാണുന്ന ഭാഗം, ഇത്ര ഏരിയ. നമുക്ക് ഇവിടെ വിൻഡോസ് എക്സ്പ്ലോറിൻ്റെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൻ്റെ ഐക്കൺ ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ഫയലുകളോ നിമിഷം അത് കാണാൻ സാധിക്കും. ഇതുപോലെ ഇത് വിൻഡോസ് മീഡിയ പ്ലെയറിൻ്റെ ഐക്കണാണ്. അതുപോലെ ഇവിടെ ഫയർഫോക്സിൻ്റെ ഐക്കൺ ഉണ്ട്. ഇവിടെ നമ്മൾ ക്രോമിൻ്റെ ഐക്കൺ കാണുന്നുണ്ട്. അതുപോലെ വേർഡിൻ്റെ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, MS വേർഡ്, അതുപോലെ എക്സൽ. ഇത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഐക്കണാണ്. ഇങ്ങനെ വ്യത്യസ്ത പ്രോഗ്രാമുകളുടെ ഐക്കൺ നാം വർക്ക് ചെയ്യുന്ന സമയത്ത് നാം മിനിമൈസ് ചെയ്താൽ അതൊക്കെ കിടക്കുന്നത് ഈ ടാസ്ക് ബാറിൻ്റെ ഈ ഒരു ഏരിയയിലാണ്. ഇതാണ് അൽ കിസ്മുല്ലദി യളുമു ഐക്കുനാത്തിൽ ബറാമിമായ പ്രത്യേക പ്രോഗ്രാമുകളുടെ ഐക്കൺ ഉൾക്കൊള്ളുന്ന ഏരിയ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായി സാലിസൻ നാഹിയത്തുൽ ഇലാം, നോട്ടിഫിക്കേഷൻ ഏരിയ എന്ന് പറയും. നോട്ടിഫിക്കേഷൻ ഏരിയ യദ്ഹറു ഫീഹി അൽ വഖ്തു വത്താരീഖു വൈക്കുനാത്ത് തഹ്തും വസൗത്തി. അവിടെയാണ്, അത് ഈ കാണുന്ന ഏരിയ, വലതുഭാഗത്ത് കാണുന്ന ഏരിയ. ഇവിടെയാണ് യദ്ഹറു ഫീഹി അൽ വഖ്തു വത്താരീഖു. നോക്കൂ, ഡേറ്റ്, അതുപോലെ സമയം നമുക്കത് വരുത്താം. ഇവിടെ നമുക്ക് സമയം ഡേറ്റൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും, മാറ്റം വരുത്താൻ സാധിക്കും. അതാണ് ഡേറ്റൊക്കെ ഉള്ള ഏരിയയാണ്. വൈക്കുന്ന തഹക്കം ലുഗത്തി വസൗത്തി, ഭാഷയെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷാണുള്ളത്, നമുക്കിത് മാറ്റി അറബിയാക്കാൻ സാധിക്കും. അങ്ങനെ ലോകത്ത് ഭാഷ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ വസൗത്ത്, ശബ്ദം. നമുക്ക് ഇവിടെ സൗണ്ട്
സൗണ്ട് കൂട്ടാനും കുറക്കാനും സാധിക്കും. അതുപോലെ ഇവിടെ നോട്ടിഫിക്കേഷനുകൾ ഇവിടെ വരും. അതുപോലെ ഇത് നെറ്റിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഐക്കണാണ്. ഇവിടെ വൈഫൈ കണക്റ്റഡാണ്. ഇങ്ങനെയുള്ള ഏരിയ ഇത് ബാറ്ററിയാണ്. ഇങ്ങനെയുള്ള ഏരിയ ഇതാണ് എല്ലാ നോട്ടിഫിക്കേഷൻ ഏരിയ എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഈ ടാസ്ക് ബാർ 3 ഏരിയയാണ്. ഒന്ന് ഈ കാണുന്ന സ്റ്റാർട്ട് ബട്ടൻ്റെ ഏരിയ, മറ്റൊന്ന് ഈ സ്ക്രീൻ കാണുന്ന ഭാഗത്തുള്ള വ്യത്യസ്ത ഐക്കൺ ഉൾക്കൊള്ളുന്ന ഏരിയ, പിന്നെ നമുക്ക് തേലാം എന്ന് പറയുന്ന ഈ ഏരിയ. ഇങ്ങനെ 3 ഏരിയ നമുക്ക് തിരിക്കാൻ സാധിക്കും. പിന്നെ സുർ ഇബ്ദാ സ്റ്റാർട്ട് ബട്ടൺ യദ്ഹറു സുർ ഇബ്ദാ ഫി അസ്ഫൽ സത്ഹിൽ മക്തബി. ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും അടിയിലാണ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടായിരിക്കുക. നേരത്തെ കണ്ടതാണ് അലാ ശരീഅത്തിൽ മഹാം ടാസ്ക് ബാറിൽ. അപ്പോൾ നെക്കിൽ ഫോക്കഹു അവിടെ നാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തൽഹറു കാമത്തിൽ ഇബ്ദാ എന്ന സ്റ്റാർട്ട് മെനു ഇത് ഓപ്പണായി വരുന്നു. ഈ കാമത്തെ അമൂദാനി ഇതിന് 2 കോളങ്ങൾ ഉണ്ടായിരിക്കും. യഹ്തബിൽ അമൂദ് ലൈസറു ഇടത് ഭാഗത്തെ കോളം ഉൾക്കൊള്ളുന്നു. അലൽ മുജല്ലദാത്ത് ഫോൾഡറുകളെ, വൽ മുലഫാത്ത് ഫയലുകളെ, അൽ ഖാസാബിൽ മുസ്തഖ്ദിം യൂസറുമായി ബന്ധപ്പെട്ട പ്രത്യേക ഫോൾഡറുകൾ ഉണ്ടായിരിക്കും. നോക്കുക യൂസർ അല്ലേ, യൂസർ അതുപോലെ ഡോക്യുമെൻറ്റ്, പിക്ചർ, മ്യൂസിക്, കമ്പ്യൂട്ടർ, അങ്ങനെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട യൂസറുമായി ബന്ധപ്പെട്ട പ്രത്യേക ഫോൾഡർ ഇവിടെ ഉണ്ടായിരിക്കും. ഇത് വലത് ഭാഗത്തുണ്ടായിരിക്കും. വൽ അമൂദുൽ ഐമൻ വലത് ഭാഗം കോളം എഹ്തവൽ ഖിയാറാത്തി വൽ ഏദാദാത്തി അത് ഓപ്ഷൻസ്, സെറ്റിങ്സ്, എഹ്തവൽ കാഫത്തിൽ ബറാബിൽ മുസ്ബത്തിൽ ജഹാസി ഈ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഓൾ പ്രോഗ്രാമൊക്കെ ഇവിടെ കാണുക. വലത് ഭാഗത്ത് ഇവിടെയാണ് ഓൾ പ്രോഗ്രാം. നമുക്ക് ഈ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഓൾ പ്രോഗ്രാമുകൾ അതുമായി ബന്ധപ്പെട്ട സെറ്റിങ്സ്, ഓപ്ഷൻസൊക്കെ ഇവിടെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഭാഗം വരും. ഒന്ന് വലത് ഭാഗത്ത് യൂസറുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ഇടത് ഭാഗത്ത് ആൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും ഉൾക്കൊള്ളുന്ന ഭാഗം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനാൽ മക്തബാത്ത് എന്നും പറയാറുണ്ട്, ഈ ഭാഗത്തിന് ലൈബ്രറീസ് എന്ന് പറയാറുണ്ട്. ഈ ഭാഗം യൂജദ് ഫിൽ റിഖ്ൽ അസ്ഫലി അസുഫുല ഏറ്റവും അടിഭാഗത്തിൽ ഇടത് ഭാഗത്ത് ഉണ്ടായിരിക്കും. മുറബ്ബൽ ബഹ്സ് സെർച്ച് സ്ക്വയർ ഉണ്ടായിരിക്കും. മുറബ്ബൽ സ്ക്വയർ സെർച്ച് ചെയ്യാനുള്ള കോളം. നമുക്ക് ഇവിടെ സെർച്ച് പ്രോഗ്രാം ഫയൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്ലേഷൻ ഇൻഫോർമാറ്റിക് ടെക്നോളജി എന്ന് അടിച്ചു കൊടുത്താൽ അവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇൻട്രൊഡക്ഷൻ നമുക്കിങ്ങനെ കുറച്ച് അടിച്ചാൽ തന്നെ അവിടെ വരും. അപ്പോൾ നമുക്കിവിടെ കൊടുത്താൽ സെർച്ച് അത് വരും, റിസൾട്ട് വരും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വേറെ വന്നു അവിടെ നമുക്ക് ഏത് ഫലമാണ് വേണ്ടത് നമുക്ക് ഉദാഹരണം നമ്മൾ സേവ് ചെയ്ത് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താൽ ഇവിടെ കൊടുത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് അവിടെ ഇതിനകത്തുണ്ടെങ്കിൽ അതവിടെ പ്രത്യക്ഷപ്പെട്ട് വരികയും ചെയ്യും. അതാണ് ഏറ്റവും അടിഭാഗത്ത് ഈ മുറബ്ബ് എന്ന് പറയുന്നതാണ് സ്ക്വയർ. സെർച്ചിലുള്ള സ്ക്വയർ ഉണ്ടായിരിക്കും. പിന്നെ ഐക്കോനാത്ത് ഐക്കൺസ് എന്താ ഐക്കൺസ് ഈ സുവറുല്ലത്തി തുമസ്സുൽ തത്ബീക്കൻ മുജല്ലദൻ മുലഫൻ അതൊരു പിക്ചറാണ്. തുമസ്സുൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. തത്ബീക്കൻ ഒരു അപ്ലിക്കേഷൻ, മുജല്ലദൻ അല്ലെങ്കിൽ ഒരു ഫോൾഡർ, ഒരു ഫയൽ. അപ്പോൾ ഒരു ഫയലോ ഫോൾഡറോ ഒരു ആപ്ലിക്കേഷനൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ തസ്ഹീൽ അയ്യമ്മൽ അഹദ ഐക്കുനാത്തി ഈ ഏത് ഐക്കണും ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നൻകുർ ഫോക്കൽ ഐക്കുനാത്ത് അല്ലത്തിന് തസ്ഹീൽ നാം ഏത് ഫയലാണോ ഏത് ഐക്കണാണോ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നക്കർ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ അത് ഓപ്പണായി വരും. ഐക്കുന ഈ ഐക്കൺ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണ് അത് ഓപ്പൺ ആവുകയും ചെയ്യും. നമുക്ക് ഇതൊക്കെ ഐക്കൺസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ ഓപ്പണായി വരും. അതുപോലെ യൂസർ അങ്ങനെ ഏത് ഫയലാണോ ഏത് ഫോൾഡറാണോ ഉള്ളതെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഐക്കൺ എന്ന് പറയുന്നത്. ഇതൊക്കെ ഐക്കൺസ് ആണ്. അപ്പോൾ ഈ ഐക്കൺ നമുക്ക് ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പണായി വരും. പകരം ഇനി ഡബിൾ ക്ലിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമ്മളിതിൻ്റെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ഓപ്പൺ എന്ന് വരും. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് അങ്ങനെയും ഓപ്പൺ ചെയ്യാൻ സാധിക്കും.
ഏത് രൂപത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതാണ് ഐക്കൺ എന്ന് പറയുന്നത്. ഇനി ലൗഹത്തു തഹക്കും കൺട്രോൾ പാനൽ. ഈ ലൗഹത്തുൽ അതൊരു പാനലാണ്, നാഫിദ ഒരു വിൻഡോയാണ്. അല്ലത്തി നുംകിനു ബി ഖിയാറാത്തിഹ അതിൻ്റെ ഓപ്ഷൻസിലൂടെ നമുക്ക് സാധ്യമാണ് മിന തഹക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താബിയത്തി നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റർ നമുക്ക് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യാം. അതുപോലെ അജഹിദത്തുൽ ഉഖറ മറ്റു സിസ്റ്റങ്ങൾ സംവിധാനങ്ങൾ അൽ മുർത്തബിത ബിൽ ഹാസൂബി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മറ്റു സംവിധാനങ്ങൾ സൗത്ത് ശബ്ദം നമുക്ക് സൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അൽ വക്ത് സമയം താരീഖ് ഡേറ്റ് മിന്തക്ക ഏരിയ റീജിയൻ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ വലിയ ഇലാഫത്തി ലോഹത്തിൽ മഫാത്തിഫിൽ ലുഗാത്തിൽ മുഖ്തലിഫ വ്യത്യസ്ത ഭാഷകളിലുള്ള കീബോർഡ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മിൻഹ ലോഹത്തുൽ മഫാത്തിൽ അറബിയ അറബി ഭാഷ നമുക്ക് അറബി കീബോർഡ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. തഹക്കുൽ മക്തബിൽ ഡെസ്ക്ടോപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. കൺട്രോൾ പാനൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ വലത് ഭാഗത്ത് കൺട്രോൾ പാനൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതൊരു ഓപ്ഷനാണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുക, കമ്പ്യൂട്ടർ പോയി ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കഥ ഓപ്പൺ കൺട്രോൾ പാനൽ ആദ്യം ക്ലിക്ക് ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. നോക്കൂ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ, ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാം, ഡെസ്ക്ടോപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും, ഫോൾഡർ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ ഫോണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും, സൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് പ്രോഗ്രാമുകളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ പ്രോഗ്രാമാണ് വരും. അങ്ങനെയുള്ള പ്രിൻ്റർ, ടാസ്ക് ബാർ, സ്റ്റാർട്ട് മെനു ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് റീജിയണൽ ലാംഗ്വേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാഷ സെറ്റ് ചെയ്യാൻ സാധിക്കും. കീബോർഡ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഉദാഹരണം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അറബി ഭാഷ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ അറബി ഉണ്ടാവും. ഒരുപാട് ഭാഷകളുണ്ട്. നമുക്ക് അറബി ഒന്ന് സെലക്ട് ചെയ്യാം. അറബി സെലക്ട് ചെയ്തുകൊണ്ട് അറബി കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭാഷ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നേരത്തെ ഇല്ലെങ്കിൽ ഇവിടെ അറബി ഇംഗ്ലീഷ് അറബിക്ക് വരും. നോക്കി ഇവിടെ ഇംഗ്ലീഷാണ്, അറബി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അറബി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു മെനു ഇവിടെ വരുന്നത്. അങ്ങനത്തെ അതുകൊണ്ട് നമുക്ക് ഭാഷയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത് കൺട്രോൾ പാനലിലൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുണ്ടായി നമ്മൾ പ്രിൻ്റർ, മറ്റ് സിസ്റ്റങ്ങൾ, സൗണ്ട്, അതുപോലെ ഡേറ്റ്, ടൈം, ഏരിയ, റീജിയൻ, കീബോർഡ് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ അറബി ഭാഷ, അറബി കീബോർഡ് ഭാഷയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു. ഈ മറ്റൊന്ന് തഹക്കും ഫി ഖൽഫിയത്തി സത്ഹിൽ മക്തബി ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം, കൺട്രോൾ ചെയ്യാൻ നോക്കാം. നുംകിൻ തഗീറ ലോനിൻ ഔ സൂറത്തിൻ ഫി ഖൽഫിയത്തി സത്ഹിൽ മക്തബി. ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു പിക്ചറോ അല്ലെങ്കിൽ ഒരു കളറോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. വലുതാലിക്ക അതിന് വേണ്ടി നത്തബിൽ ഖുത്വത്താലിയ താഴെ വരുന്ന സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. എന്താ ചെയ്യേണ്ടത്? അവലൻ നൻകുറു ഫൗക്ക ലൗഹത്ത് തഹക്കും ഫി കാമത്തിബിത്ത്. നാം സ്റ്റാർട്ട് ബട്ടണിൽ പോയിക്കൊണ്ട് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ തല്ലഹോ നാഫിയത്ത് ലോഹത്ത് തഹക്കും. അപ്പോൾ കൺട്രോൾ പാനൽ എന്നുള്ള ഓപ്ഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു വരും. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ നമ്മൾ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺട്രോൾ പാനലിൻ്റെ ഇങ്ങനെ ഈ ഒരു നേരത്തെ കണ്ട വഴി വിൻഡോ വരും. പിന്നെന്താ ചെയ്യേണ്ടത്? ശേഷം നഖ്താർ മിൻഹ ഫിഅത്തൽ മൽഹരി വ ഇദ്ഫാഇ താബിർ ഷഖ്സി, അതായത് അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ള ഒരു ലിങ്ക് അവിടെ വരും. അപ്പിയറൻസ് ആണ് പേഴ്സണലൈസേഷൻ, ഇതാണ് പറഞ്ഞത്. പേഴ്സണലൈസേഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒമിൻഹാ നൻകുർ ഫൗക ഖൽഫിയത്തി സത്ഹിൽ മക്തബി. അവിടെ നമ്മൾ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു മെനു കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയൊക്കെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ആദ്യം കൺട്രോൾ പാനൽ പോയിട്ട് നമ്മൾ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്
എടുത്തു, പേഴ്സണലൈസേഷൻ പോയി ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ഇങ്ങനെ ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ നേരെ ഡെസ്ക്ടോപ്പ് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൗസ് ഉപയോഗിച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് ബട്ടൺ ചെയ്ത് പേഴ്സണലൈസ് ഇങ്ങനെയും ഓപ്പൺ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്പോഴും ഇതിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സാനിയൻ നൻകിറു ഫോക്കസ് സഹ്മി ജാനിബി മൗഖി സൂറ പിക്ചർ ലൊക്കേഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. മുത്തഫറമന അവൈലബിൾ, കമ്പ്യൂട്ടറിനകത്ത് ലഭ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പിക്ചറുകളുടെ ഗ്രൂപ്പുകൾ, ഒരുപാട് ഗ്രൂപ്പുകൾ അവിടെ പ്രത്യക്ഷപ്പെടും. അതെല്ലാം കാണുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ നൻകിറു ഫോക്കസ് സഹ്മി ജാനിബി മൗഖി സൂറ പിക്ചർ ലൊക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുത്തു, ഇവിടെ പിക്ചർ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വിൻഡോസ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് കുറേ പിക്ചറുണ്ട്. അതുപോലെ പിക്ചർ ലൈബ്രറി എടുത്താൽ വേറെ ഫോട്ടോസ് കാണാൻ സാധിക്കും. ഇങ്ങനെ പല ഫോട്ടോസും കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് എടുക്കാം. ഉദാഹരണം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കതിന് മുമ്പ് നിലവിൽ ഡെസ്ക്ടോപ്പിൻ്റെ പിക്ചർ നോക്കാം. നിലവിൽ ഈ അപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്കത് മാറ്റണമെങ്കിൽ ഇനി ഇവിടെ മാറ്റിയിട്ട് നമുക്ക് ഇത് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും. നോക്കൂ, അത് മാറി കണ്ടോ. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു പിക്ചർ എടുക്കണമെങ്കിൽ സേവ് കൊടുത്താൽ ആ പിക്ചർ ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ പിക്ചർ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്. ഇനി നമുക്ക് പഴയ തന്നെ വേണമെങ്കിൽ വിൻഡോസ് 7 ഉണ്ട്. വിൻഡോസ് 7ൻ്റെ ഐക്കൺ പിക്ചർ ഉണ്ട്. അത് കൊടുക്കുക. ഇതാ അപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ പേഴ്സണലൈസേഷനിൽ പോയിക്കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നഖ്താറു സൂറത്തല്ലത്തി നുരീദു ഇല്ലാഫത്തഹ ലി ഖൽഫിയത്തി സത്തഫിൽ മക്തബി ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നാം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള കണ്ടല്ലോ, ഇത് നമുക്ക് ധാരാളം പിക്ചർ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഏതാണോ വേണ്ടത് നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതാലും നജിദ് സൂറത്തല്ലത്തി നുരീദുഹ ഫിൽ ഖായിമത്തി, ഇത് നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക് വന്നുള്ള മെനുവിനകത്ത് നാം ഉദ്ദേശിക്കുന്ന പിക്ചർ ഇല്ല എങ്കിൽ നമുക്കൊരു ഫോക്കസ് ഇസ്തിറാദ് അവിടെ ബ്രൗസർ ഓപ്ഷൻ ഉണ്ട്. ബ്രൗസർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇസ്തിറാദ് സുവർ അൽ മുഖ്ദന ഫിൽ ജഹാസ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള അപ്പോൾ നമ്മുടെ ഫോട്ടോ വേണം, നമ്മുടെ മക്കളെ ഫോട്ടോ വേണം. ആ വിധത്തിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ബ്രൗസ് എന്നുള്ള ഇസ്തിറാദ് എന്നുള്ള ബ്രൗസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഉദാഹരണം നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ഇവിടെ ഉണ്ടാവും ബ്രൗസ് ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എവിടെയാണ് നമ്മളെ ഫോട്ടോ ഇല്ലെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നതാണ്. ഉദാഹരണം ഞാൻ വേറെ ഫോട്ടോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ ഞാൻ സേവ് ചെയ്ത ഫോട്ടോസാണ്. ഉദാഹരണം ഈ ഒരു മൗസിൻ്റെ ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് സേവ് ചെയ്തു. നോക്കൂ, ഈ മൗസിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ നാം സ്റ്റോർ ചെയ്തിട്ടുള്ള നമുക്ക് നമ്മുടെ ഫോട്ടോയോ നമ്മുടെ മക്കളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഇവിടെ പോയി ബാക്ക്ഗ്രൗണ്ട് ഡെസ്ക്ടോപ്പ് എടുത്തതിന് ശേഷം ബ്രൗസ് കൊടുക്കുക. ബ്രൗസ് കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ എവിടെയാണുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ അത് വരുന്നതാണ്. ഓക്കെ, ഇനി റാബിയൻ തഹദീദ് ഷക്കിൽ ദുഹൂറിൽ ഖൽഫി സത്തഹിൽ മക്തബി ഡെസ്ക്ടോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് വെളിപ്പെടുന്ന രൂപം നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനെന്താ ചെയ്യാൻ, നൻകുറു ഫോക്കസ് സഹ്മി ജാനിബി മൗലി സൂറത്തി പിക്ചർ ലൊക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. സുബനഖ്താറു തജാനുബ് ടൈൽ ഓർ തൗസീത്ത് സെൻറ്റർ. അവിടെ പോയി കഴിഞ്ഞാൽ ടൈൽ കാണാൻ സെൻറ്റർ എന്ന് കാണാം. നമുക്ക് ഏത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് പോകുന്നു. നമ്മുടെ പിക്ചർ പൊസിഷനിലാണ് ഇവിടെയാണ് ചെയ്യേണ്ടത്.
ഇവിടെ നമുക്ക് ടൈൽ സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങോട്ട് മാറി, ഇത് ഭാഗത്തേക്ക് മാറി അല്ലേ, ഈ ഐക്കൺ ഇങ്ങോട്ട് മാറി. ഇനി നമുക്ക് പകരം എന്ത് ചെയ്യാം, സെൻറ്റർ എടുക്കാം. സെൻറ്റർ എടുത്ത് നോക്കൂ, സെൻറ്ററിലേക്ക് മാറി. ആ രൂപത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ സാധിക്കും. പിന്നെ സ്ട്രെച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പരന്ന് കിടക്കും സ്ട്രെച്ച് ആകുമ്പോൾ. പിന്നെ ഫിറ്റ് നമുക്ക് ഫിറ്റ് കൊടുക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്തും ഒരു ലൈന് വന്നിട്ടുണ്ട് അല്ലേ, ആ രൂപത്തിൽ കിടക്കും. അതാണ് ഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫില്ല് പറയുമ്പോൾ ഡെസ്ക്ടോപ്പ് നിറഞ്ഞ് കിടക്കും, ഫില്ലായി കിടക്കും. അപ്പോൾ ഫില്ലായി കിടക്കും. ഈ രൂപത്തിൽ നമുക്കിതിൻ്റെ പൊസിഷൻ മാറ്റാൻ സാധിക്കും. ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് പോവുക, ഈ പിക്ചർ പൊസിഷൻ എന്നതിനടുത്ത് ആവശ്യം മാറ്റങ്ങൾ മാറ്റി കൊടുക്കുക. ഓക്കെ, പിന്നെ തഗയീരി ലൗനി ഖൽഫിയത്ത് സദ്ദുൽ മക്തബി, ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ ചെയ്ത പിക്ചറാണ്, ഇനി നമുക്ക് എന്ത് ചെയ്യുക, പിക്ചർ പകരം അതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. നൻകിർ ഫോക്കസ് സഹബുൽ മുൻസദിൽ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ അല്ലെ, താഴേക്കുള്ള ഡ്രോപ്പ് ചെയ്യാനുള്ള ഇതുണ്ടാവും, ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ടാവും. ഈ മുറബൈ മോക്കെ സൂറ പിക്ചർ ലൊക്കേഷൻ എന്നുള്ള സ്ഥലത്ത് ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സുമിൻ അഖ്താർ അൽവാന സാഫി, അവിടെ സോളിഡ് കളേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സുമിൻ അഖ്താർ ലോകൻ്റെ നുരീദുഹു, നമുക്ക് ഉദ്ദേശിക്കുന്ന കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഇതാണ് പിക്ചർ ലൊക്കേഷൻ എന്നുള്ള എന്താണ് ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. മുൻസദിൽ ഡ്രോപ്പ് ഡൗൺ. ഇവിടെ എന്തായി താഴെ പോയി കഴിഞ്ഞാൽ സോളിഡ് കളേഴ്സ് ഉണ്ടാവും, സോളിഡ് കളേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പല കളർ ഇവിടെ കാണാൻ സാധിക്കും. ഞാനൊരു കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കളർ മാറിയിട്ടുണ്ട്, വേറെ കളർ കൊടുക്കാം. രൂപത്തിൽ ഇഷ്ടമുള്ള കളർ നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ രൂപത്തിൽ എങ്ങനെയാണ് ഏത് കളർ നമുക്ക് അത് നമ്മൾ ചെയ്തത്, നമ്മൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ പോയി സോളിഡ് കളർ എന്നുള്ളത് എടുക്കുന്നു, അത് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. സെലക്ട് ചെയ്യുക. ഇനി ഇങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും അതുപോലെ തന്നെ പിക്ചറൊക്കെ മാറ്റാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് പഴയ പോലെ തന്നെ തിരിച്ച് പോകണമെങ്കിൽ നമ്മൾ ഇത് ക്യാൻസൽ കൊടുത്താൽ മതി. ഇവിടെ വിൻഡോസ് 7 ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ അതുപോലെ തന്നെ പഴയ പലാപകം ചെയ്യും ഈ രൂപത്തിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ നമ്മൾ കൺട്രോൾ പാനൽ പോയിട്ട് ഇവിടെ പേഴ്സണലൈസേഷൻ ഇതാണ് ചെയ്യേണ്ടത്. അത് ഒരു ഓപ്ഷൻ, മറ്റൊരു ഓപ്ഷൻ നേരെ നമുക്ക് ഡെസ്ക്ടോപ്പ് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഏറ്റവും അടിയിൽ കാണുന്ന പേഴ്സണലൈസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചറുകളും അതുപോലെ തന്നെ അതിൻ്റെ കളറും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് അത് മാറ്റം വരുത്തേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷാഹിദ് തവക്കുഫ് സ്ക്രീൻ സേവർ എന്നുള്ള ഓപ്ഷനാണ്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ വിഷയം പഠിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.